ഈ ഇടയായിട്ട് ഞാൻ ഷോർട്സ് കാണുമ്പോൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ് ഒരു ഷോർട്സ്. എന്താന്ന് വെച്ചാൽ അതില് കല്യാണത്തിന് മുമ്പ് ഒരു പെണ്ണ് പോയിട്ട് അച്ഛനോട് പറയും, അച്ഛാ എനിക്ക് ട്രിപ്പ് പോണം, ടൂറ് പോണം എന്ന് പറയും. അപ്പൊ അച്ഛൻ പറയും, നീ എന്തിനാ പോകുന്നത്, നീ പോകുന്നും വേണ്ട, നീ കല്യാണമൊക്കെ കഴിഞ്ഞ് ഭർത്താവിന്റെ കൂടെ പോയാൽ മതി എന്ന് പറയും. എന്നിട്ട് പിന്നെ കാണിക്കുന്ന കല്യാണം കഴിഞ്ഞ് ഭർത്താവിനോട് പറയും, ഏട്ടൻ നമുക്ക് എവിടെയെങ്കിലും ടൂർ പോകാൻ, ട്രിപ്പ് പോകാൻ എന്ന് പറയും. അപ്പൊ ഏട്ടൻ പറയും, എന്തിന്, എന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല, അതൊക്കെ നീ നിന്റെ അച്ഛന്റെ അടുത്തുനിന്ന് കല്യാണത്തിന് മുമ്പ് നീ പോണായിരുന്നു, എന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല, അല്ല നിന്റെ അച്ഛനോട് പോയി പറ എന്ന് പറയും. എന്നിട്ട് പിന്നെ ഇങ്ങനെ, അതായത് എന്താ പറയാ, അച്ഛനോട് പറയുമ്പോ അച്ഛൻ പറയും ഭർത്താവിനോട് പറയും, ഭർത്താവ് പറയും നീ പോയി നിന്റെ അച്ഛനോട് പറയാന്ന്. അതായത് ആ ഒരു ഇതിൽ കാണുമ്പോ എനിക്ക് തോന്നുന്നത് സ്ത്രീ എപ്പോഴും ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. അതായത് കല്യാണത്തിന് മുമ്പ് അച്ഛനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നു, കല്യാണത്തിന് ശേഷം ഭർത്താവിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നു. ശരിക്കും അങ്ങനത്തെ ഒരു ചിന്താഗതിയാണ് മാറേണ്ടത്. അതായത് അച്ഛൻ എന്താ പറയാ, കുടുംബം നോക്കേണ്ട ആ ഒരു ഇതിൽ ചിലപ്പോൾ ട്രിപ്പ് പോകാനൊന്നും പൈസ ഉണ്ടാവില്ല. അതുപോലെ ഹസ്ബൻഡിനായാലും വീട്ടു ചെലവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ട്രിപ്പ് പോകാൻ ക്യാഷ് ഉണ്ടാവില്ല. അപ്പൊ ഈ ആൺമക്കളെ പോലെ തന്നെ നമ്മൾ പെൺമക്കളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അതൊക്കെ പണ്ട് കാലത്താണ് പെൺമക്കളെ പഠിപ്പിക്കാതെയൊക്കെ ഇരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ആൺകുട്ടികളെ പോലെ തന്നെ പെൺകുട്ടികളെയും പഠിപ്പിക്കുന്നുണ്ട്. അതിനുശേഷമാണ് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു എന്താ പറയാ, നമ്മൾ പഠിച്ചു, വിവാഹത്തിന് മുമ്പ് തന്നെ നല്ലൊരു ജോലി കരസ്ഥമാക്കുക. പിന്നെ നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടല്ലോ, അപ്പൊ വേണമെങ്കിൽ നമുക്ക് നമ്മളെ അച്ഛനോട് പറയാം, അച്ഛൻ നമുക്ക് ഒരു ട്രിപ്പ് പോയാലോ, ഓക്കെ പോവാം. ആര് ഈ ട്രിപ്പ് പോകണമെന്ന് പറയുമ്പോൾ വേണ്ടാന്ന് പറയുന്ന ഒറ്റ ഒരു റീസണേ ഉള്ളൂ, അത് ഒന്ന് മാത്രമാണ് ക്യാഷ്. അതുപോലെ നമ്മൾ കല്യാണം കഴിഞ്ഞു, നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ട്, അപ്പൊ നമുക്ക് ഹസ്ബൻഡിനോട് പറയാം നമുക്കൊരു ട്രിപ്പ് പോയാലോ. എന്റെ കയ്യിൽ ക്യാഷ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞാൽ എന്റെ കയ്യിലുണ്ട്, നമുക്ക് പോവാം, ഓക്കെയാണ്. ഏത് ഹസ്ബൻഡും ഓക്കെയാണ്, 100% ഉറപ്പായിട്ടും വരും ഹസ്ബൻഡ്. അപ്പൊ നമ്മൾ ആ ഒരു ചിന്താഗതിയാണ് മാറ്റേണ്ടത്. അതായത് നമ്മൾ എപ്പോഴും ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കേണ്ടത്. കല്യാണത്തിന് മുമ്പ് അച്ഛനെ, കല്യാണത്തിന് ശേഷം ഭർത്താവിനെ. ആ ഒരു ചിന്താഗതി മാറ്റിയാൽ തന്നെ തീരാവുന്നതേ ഉള്ളൂ എല്ലാ പ്രശ്നങ്ങളും. നമ്മളും ആണുങ്ങളെ പോലെ തന്നെ നമുക്കും എല്ലാ അവകാശങ്ങളും സൊസൈറ്റിയിലുണ്ട്, പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത്. അപ്പം എന്താ പറയാ, ചെറുപ്പത്തിലെ പെൺകുട്ടികളെ പഠിപ്പിക്കുന്നു, അവര് വളർന്നു വലുതായി എന്താ പറയാ പഠിച്ചൊരു ജോലി മേടിക്കുക, ജോലി മേടിച്ചതിന് ശേഷം മാത്രം കല്യാണം കഴിക്കുക. അപ്പം നമ്മുടെ കയ്യിൽ ക്യാഷായി, പിന്നെ നമുക്ക് ആരും അങ്ങനെ എന്താ പറയാ ഡിപ്പെൻഡ് ചെയ്യണം. നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണ് നമുക്കത് ചെയ്യാലോ. അതുപോലെ തന്നെ വിവാഹത്തിന് ശേഷവും നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ നമുക്ക് ഭർത്താവിനെ പോലെ തന്നെ നമുക്കും എല്ലാ ഫ്രീഡവും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ആരും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ട കാര്യമില്ല. നമുക്ക് അങ്ങോട്ടേക്ക് ഭർത്താവിനോട് പറയാം, എന്റെ കയ്യിൽ പൈസ ഉണ്ട്, നമുക്ക് പോവാം, ഒരു ട്രിപ്പ് പോവാം, അല്ല നമുക്ക് ഇന്ന സ്ഥലത്ത് പോയാലോ. അപ്പൊ ഇന്നിപ്പം മാസം അവസാനം കയ്യിൽ ക്യാഷ് ഇല്ലെന്ന് പറയുന്നത്, എന്റെ കയ്യിലുണ്ട്, വാ നമുക്ക് പോവാം. അപ്പം ഭർത്താവിന് നമ്മളെ പറ്റി ഒരു വില തോന്നില്ലേ? ഈ അഭിപ്രായം ശരിയല്ലേ? എല്ലാ സ്ത്രീകളും ഒരു ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ ചിന്താഗതി കുറവാണെങ്കിലും ഇപ്പോഴും അങ്ങനെ പഴയ തരത്തിൽ ചിന്തിക്കുന്ന ചിന്താഗതികളുള്ള സ്ത്രീകളുണ്ട്. അവർക്കൊന്ന് മാറ്റി ചിന്തിക്കേണ്ട കാലമായി. ഇനിയെങ്കിലും അത് മാറ്റി ചിന്തിച്ചൂടെ? ഞാൻ പറഞ്ഞ അഭിപ്രായം ശരിയല്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അത് കമന്റിലൂടെ പറയണം കേട്ടോ.